നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു യോഗത്തെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട യോഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു യോഗമാണ് ഗജകേസരി യോഗം. ഒരുപാട് ജാതകങ്ങളിൽ ഈ യോഗം കാണുവാൻ സാധിക്കും. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ഗജകേസരി യോഗം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ വിഷമത്തിൽ കഴിയേണ്ടി വരുന്നു? കാരണം ഗജകേസരി യോഗത്തിന് ചന്ദ്രന്റെയും വ്യാഴത്തിൻ്റെയും ബലം വളരെ പ്രധാനമാണ്. അവർ നിൽക്കുന്ന രാശി പ്രധാനമാണ്. മറ്റ് ഗ്രഹങ്ങൾ, പാവഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. നീചത്വം അല്ലെങ്കിൽ കമ്പസ്റ്റ്യൻ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പരിശോധിച്ച് വേണം ഒരു ഗജകേസരി യോഗത്തെ പറ്റിയിട്ട് നമുക്ക് വിലയിരുത്താൻ. ഇങ്ങനെ ആയാലും വളരെ ശുഭകരമായ, ആകർഷകരമായ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. കാരണം അതിൽ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ ഒന്ന് വ്യാഴമാണ്, മറ്റൊന്ന് ചന്ദ്രനാണ്. അത് രണ്ടും എങ്ങനെ ഗജകേസരി യോഗം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് മനസ്സിൻ്റെയും നമ്മുടെ നല്ല മനസ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യയുടെയും സ്വാധീനത്തിലാണ് ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ വരുന്നത്. വ്യാഴം ബൃഹസ്പതിയാണ്, ജീവ. കാരണം ദേവന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന, ദേവന്മാർക്ക് ദൈവത്വം കിട്ടുന്നത് വ്യാഴത്തിൻ്റെ ഈ ഉപദേശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ വ്യാഴവും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും ചേർന്നിട്ട് വരുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. ഇത് രണ്ടും കൂടി ചേരണം. നമ്മൾ ഗജകേസരി യോഗത്തിനെ പറ്റി പറയുമ്പോൾ 1000 ആനകളെ നേരിട്ട് തോൽപ്പിക്കുവാനുള്ള കഴിവ് സിംഹത്തിനുണ്ട്. അതാണ് ഗജകേസരി യോഗം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ട് ആനയും സിംഹവും ചേർന്നിട്ടുള്ള ശക്തിയാണ് ഗജകേസരി യോഗം. അവർ തമ്മിൽ മത്സരമില്ല. വ്യാഴവും ചന്ദ്രനും ഒന്ന് മനസ്സിൻ്റെ കാരകനാണ്. വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു വികാരത്തിൻ്റെ കാരകത്വമാണ് ചന്ദ്രനുള്ളത്. ആ മനസ്സിനെ നമ്മൾ അത് നിയന്ത്രിക്കാനുള്ളൊരു ഉപാധിയാണ് വ്യാഴം. മനസ്സിനെ ഈ നിയന്ത്രണം ഉണ്ടായാൽ മാത്രമേ ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. എത്ര ശാരീരികമായിട്ടുള്ള ബലമുണ്ടായാലും മനസ്സ് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അത് നമുക്ക് പരാജയം മാത്രമേ നമുക്ക് തരുകയുള്ളൂ. നമുക്ക് ഈ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്, ഉത്തര രാജകുമാരൻ്റെ കഥ. വളരെ ബലവാനാണ്, ധൈര്യം ഒക്കെ ഉണ്ട്. പക്ഷേ ആ യുദ്ധത്തിന് അർജുനന്റെ കൂടെ, അർജുനൻ തേരാളിയായിട്ട് യുദ്ധത്തിന് പോകുന്ന ഉത്തര 100 പടയെ കണ്ടപ്പോൾ ഭയന്നു പോകുന്നു. ഭയന്നതിന് ശേഷം യാതൊരു നിയന്ത്രണമില്ലാതെ ഉത്തര എടുത്തു ചാടി പോവുകയാണ്. ആ ഉത്തരയെ വീണ്ടും സജീവമായിട്ട് യുദ്ധരംഗത്തേക്ക് കൊണ്ടുവരുന്നത് അർജുനന്റെ കഴിവാണ്. അതാണ് അങ്ങനെ പിൽക്കാലത്ത് മഹാഭാരതത്തിൽ അത്ഭുത പ്രകടനങ്ങൾ നടത്തിയ ഒരു രാജകുമാരനാണ് ഉത്തര. നമുക്ക് അതുപോലെ തന്നെ കാണാം ഗീതോപദേശം. അതിൻ്റെ പിന്നിലും അർജുനന്റെ മനസ്സ് വളരെയധികം വികലമായി പോയിട്ടുണ്ട്. വ്യസനപ്പെട്ട ഇരിക്കുന്ന അർജുനനായിരുന്നു. യുദ്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അർജുനനെ
യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത് ഭഗവാന്റെ ഒരു കഴിവാണ്. ഗീതോപദേശം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഗീതോപദേശത്തിന് ശേഷമാണ് അർജുനൻ അതിശക്തനായി മഹാഭാരത യുദ്ധത്തിൽ ഉടനീളം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഒരു വില്ലാളി വീരനായിരുന്നു അർജുനൻ. അപ്പോ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ, അതാണ് സിംഹത്തിന് നമ്മൾ ഈ ഗജകേസരി യോഗത്തിൽ സിംഹം അത് മനസ്സാണ്, ചന്ദ്രൻ. അപ്പൊ ആ മനസ്സിനെ നിയന്ത്രിച്ചാൽ അത് സിംഹത്തിന്റെ ശക്തി ഉണ്ടാക്കും. അതുപോലെ തന്നെ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ആനയാണ്. അത് വലിയൊരു ഇന്റലിജൻസിയുടെ പ്രതീകമാണ്. ആന ബുദ്ധിയുടെ പ്രതീകമാണ്, ശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് ഗജകേസരി യോഗം അത്ഭുത പ്രകടനങ്ങൾ നടത്തുവാൻ കഴിയുക. അല്ലാതെ പരസ്പരം മത്സരിക്കലല്ല ഗജകേസരി യോഗം, ചേരലാണ്. കാരണം ഇവിടെ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു 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 ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് ജീവ എന്നൊരു പേരുണ്ട്. അത് വ്യാഴത്തിന്റെ ഈ പഠിപ്പിക്കാനുള്ള കഴിവിൽ വ്യാഴത്തിന്റെ അഗാധമായ പാണ്ഡിത്യം മനസ്സിലാക്കിയ ശിവൻ കൊടുക്കുന്ന ഒരു പേരാണ് ജീവ. കാരണം ആ വ്യാഴ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകും. ഈ കഴിവ്, സിംഹത്തിന്റെ കഴിവും ആനയുടെ കഴിവും ചേർന്നിട്ട് വരുന്ന ഒരു യോഗം, അതാണ് ഗജകേസരി യോഗം. ആ ഗജകേസരി യോഗത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ശുഭയോഗമാണ്. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും രാജതുല്യ പദവിയുടെയും ഒക്കെ യോഗമാണത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അനുഭവങ്ങൾ കിട്ടുകയും ജീവിതത്തിൽ നമ്മുടെ മരണശേഷവും ആ ഒരു ഗജകേസരി യോഗത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഗജകേസരി യോഗത്തിന്റെ ഒരു പ്രത്യേകത. നല്ല ഗജകേസരി യോഗമാണെങ്കിൽ, ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കേണ്ടത് MS സുബ്ബലക്ഷ്മിയാണ്. നല്ല ഒരു ഗജകേസരി യോഗമുള്ള ആളായിരുന്നു സുബ്ബലക്ഷ്മി. അവരുടെ കീർത്തനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും ഇനി എപ്പോഴും അത് ആൾക്കാരുടെ ഇടയിൽ വളരെ സജീവമായിരിക്കും. അതുപോലെ തന്നെ വാജ്പേയി, നമ്മുടെ പ്രധാനമന്ത്രി വാജ്പേയിക്കും ഗജകേസരി യോഗമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഓർമ്മകൾ എന്നും നമ്മൾ ഈ ലോകത്തുണ്ടാകും. ഗജകേസരി യോഗത്തിൻ്റെ പ്രത്യേകതയാണത്. അത് ഒരു പെട്ടെന്ന് ഒരു യോഗം നമുക്ക് കിട്ടി അത് അവസാനിക്കില്ല, അത് സ്ഥായിയായി നമ്മളിൽ ഉണ്ടാകും. അത് ആ ഒരു യോഗം, കാരണം നേതൃത്വം അതാണ് ഒരു പ്രധാനം. അതുതന്നെ നമ്മൾ ഈ ഗജകേസരി യോഗമുള്ള ആൾക്കാർക്കൊക്കെ ഈ രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം മുന്നോട്ട് പോകാനാവും. കാരണം വ്യാഴത്തിൻ്റെ സംസാരശേഷിയൊക്കെ ഉണ്ട്, അതിബുദ്ധിയുണ്ട്. ഈഗോ എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ വ്യാഴത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ കഴിയും. കാരണം നമുക്ക് പലതരത്തിലുള്ള ഈഗോകളുണ്ട്. ആ ഈഗോകൾ അഹങ്കാരമാണത്. അഹങ്കാരത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ അത് വ്യാഴത്തിന് സാധിക്കും. വൺസ് അഹങ്കാരത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് ഒരുപാട് ഉയർന്ന തലത്തിലേക്ക് പോകാൻ കഴിയും. ഈ സാത്വികമായ അഹങ്കാരമാണ് വ്യാഴം. സാത്വികവും രാജസികവും ഒക്കെ ആയിട്ടുള്ളത്. താമസികമാകുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. താമസികമായ അഹങ്കാരത്തിൽ കൂടിയാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. അതൊന്നും ഈ ഗജകേസരി യോഗമുള്ള ആൾക്കാർക്ക് വരാൻ സാധ്യത കുറവാണ്. കാരണം വ്യാഴ സാന്നിധ്യം മറ്റ് എല്ലാ ദോഷങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഗ്രഹനിലയാണ് വ്യാഴവും ചന്ദ്രനും കൂടി നിൽക്കുന്നത്. ചന്ദ്രന്റെ 1, 4, 7, 10 കേന്ദ്രസ്ഥാനങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോഴാണ്
ഗജകേസരി യോഗം ഉണ്ടാകുന്നത്. ഇവിടെ ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിലും അതുപോലെ തന്നെ ചന്ദ്രന്റെ ഉച്ചത്തിൽ നിൽക്കുന്ന ഇടവത്തിലും കർക്കിടകം ഈ ബൃഹസ്പതിയുടെ വ്യാഴത്തിൻ്റെയും ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഒരു ഗജകേസരി യോഗമുണ്ടായാൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഗജകേസരി യോഗമായിരിക്കും അത്, കർക്കിടകത്തിൽ വന്നാൽ വ്യാഴവും ചന്ദ്രനും കൂടി. അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഉത്തമ ഫലങ്ങൾ കിട്ടും. രാജകീയത, നേതൃസ്ഥാനം എന്നും നമുക്ക് ഒരു 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 മുന്നണി പോരാളിയാകാനുള്ളൊരു സാധ്യതയാണ്. നമ്മൾ ഒന്നിൻ്റെയും പിന്നിലാവില്ല. ഗജകേസരി യോഗമുള്ള ആൾക്കാർക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടും. കൂടാതെ ഈ ഗജകേസരി യോഗമുള്ളവർ ഈ നിയമപാലകന്മാരായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഡിബേറ്റ്സ് ഒക്കെ നടത്താൻ ഏറ്റവും കഴിവുള്ള ആൾക്കാരായിരിക്കും. നല്ല കൗൺസിലേഴ്സ് ആയിരിക്കും, നല്ല ഉപദേഷ്ടാക്കളായിരിക്കും. വിദ്യയാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കൈമുതൽ. അതൊരിക്കലും അമിതമായിട്ട് ദോഷങ്ങൾ വരുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഗജകേസരി യോഗം വളരെ ശ്രേഷ്ഠ ഫലങ്ങൾ നമുക്ക് തരുമെന്ന് പറയുന്നത്. മറ്റൊന്ന്, ഗജകേസരി യോഗത്തിൻ്റെ ഈ അമിതമായിട്ട് വരുമ്പോഴുള്ള ഈ ചില വിശ്വാസികൾ തന്നെയുണ്ട്, സന്യാസിമാരെ പോലത്തെ ആൾക്കാർ തന്നെ, അവർ ഫെനാറ്റിക്സ് ഒക്കെ ആയി പോകുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ വിശ്വാസങ്ങൾ അത് സാത്വികമാകണമെന്ന് ഞാൻ പറയുന്നതിന് കാരണം അതാണ്. വിശ്വാസങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു പ്രവണത വരാനും ഈ ഗജകേസരി യോഗമുള്ള ആൾക്കാർക്കുണ്ടാകും. അത് നിയന്ത്രിക്കുക തന്നെ വേണം. ആരോഗ്യ കാര്യത്തിലൊക്കെ ഈ യോഗമുള്ളവർക്ക്, കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം വ്യാഴവും ചന്ദ്രനും ഒക്കെ ഈ നറിഷ്മെൻറ്റിൻ്റെ ഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൊക്കെ കൂടുതൽ താല്പര്യം കാണിച്ചിട്ട് ഭക്ഷണ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ 4 എലിമെൻസിനും എബോവായിട്ടുള്ള ഒരു ആകാശതത്വത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം. അപ്പം വ്യാഴത്തിന് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ, എല്ലാ എലിമെൻസിനെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഗജകേസരി യോഗമുള്ള ആൾക്കാരെന്നും ഈ ഗുരുനാഥന്മാരെയൊക്കെ ആരാധിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ സഹായിക്കണം. നമ്മൾ പ്രായമുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുന്നത് ഈ യോഗമുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള ഫലങ്ങൾ നേടിത്തരും. എങ്ങനെയായാലും വളരെ ശുഭകരമായ ഒരു യോഗമാണ് നമ്മൾ പറയുന്നത്. ഗജകേസരി യോഗം എന്ന് പറയുന്നത് വ്യാഴവും ചന്ദ്രനും ചേർന്നുള്ള യോഗമാണ്. ആനയും സിംഹവും ചേർന്നുള്ള യോഗമാണ്. അത് തമ്മിൽ മത്സരിക്കുന്ന യോഗമല്ല. ഈ ഏത് ശക്തനായ ആനയും ഏത് ശക്തനായ സിംഹവും ഒറ്റയ്ക്ക് പോരാടിയാൽ അതിൻ്റെ ഫലം അത്രയൊന്നും ഫലവത്താവുകയില്ല. ചേർന്ന് നിന്നാൽ അതൊരു വലിയ ശക്തിയാവുകയും ചെയ്യും. അതാണ് ഗജകേസരി യോഗം. നിങ്ങൾക്ക് കൂടുതലായി എനിക്ക് പറയാനൊന്നുമില്ല. തൽക്കാലം ഇത്രമാത്രം. താങ്ക്സ്. ബൈ.